ഹദീസിലേക്കും കാണാം, ഒരാൾക്ക് 40 വയസ്സ് കഴിഞ്ഞിട്ട് 40 വയസ്സ് കഴിഞ്ഞിട്ടും ഒരാളുടെ തിന്മയേക്കാൾ നന്മക്ക് മുൻതൂക്കം കിട്ടുന്നില്ലെങ്കിൽ, തിന്മ എന്തായാലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാഭാവികമായും തിന്മകൾ വരും. അപ്പൊ ആ തിന്മകളേക്കാൾ നന്മകൾക്ക് മുൻതൂക്കം ലഭിക്കുന്നില്ലെങ്കിൽ അവൻ നരകത്തിൽ നിന്ന് ഒരു പാർപ്പിടം, നരകത്തിൽ നിന്നൊരു ഭാഗം അവൻ ഒരുക്കി തയ്യാറാക്കിക്കൊള്ളട്ടെ എന്ന് കാണാം റസൂലുള്ളാഹിന്റെ ഹദീസിൽ. അതായത് ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ബോധം വരുന്നു, എനിക്കൊരു 40 വയസ്സായി, ഇന്റെ ആ കളിയുടെയും ചിരിയുടെയും തമാശയുടെയും കാലം കഴിഞ്ഞിരിക്കുന്നു എന്നൊരു ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് 40 വയസ്സായിട്ട് അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞിട്ട് ഒരാൾ എത്തുന്നില്ലെങ്കിൽ പിന്നെ അവന്റെ പാർപ്പിടം നരകാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങൾ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ തിന്മയേക്കാൾ മുൻതൂക്കം അന്ന് ചെയ്ത തിന്മയും നന്മയും നോക്കുകയാണെങ്കിൽ നന്മക്കായിരിക്കണം മുൻതൂക്കം ലഭിക്കേണ്ടത്. അതുകൊണ്ട് 40 വയസ്സിനൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും നുബുവത്ത് കൊടുത്തത് 40-ാമത്തെ വയസ്സിലാണ്. ചെറിയ ഖിലാഫുകളൊക്കെ അതിലുണ്ടെങ്കിലും ഭൂരിപക്ഷം അഭിപ്രായങ്ങളും 40-ാമത്തെ വയസ്സിലാണ് പ്രവാചകത്തൊക്കെയും നുബുവത്ത് നൽകിയത്. ഏതായിരുന്നാലും അതുപോലെ തന്നെ സമസ്തയിലെ മുഷാവറ അംഗമായിട്ടൊക്കെയും എടുക്കൽ 40 വയസ്സാവുമ്പോൾ, അപ്പൊ ഈ 40 വയസ്സിന് ഏതായാലും പ്രത്യേകത ഉണ്ട്. ഏതായാലും അല്ലാഹു തആല നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് ബത്തേരിക്കും അങ്ങനത്തെ എല്ലാ ചെറുപ്പക്കാർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി ഓരോ ദിവസവും അല്ലാഹു തആല നമുക്ക് നൽകുമ്പോൾ ആ ദിവസത്തിൽ നമ്മുടെ അടുക്കൽ നിന്ന് വന്നു പോകുന്ന തിന്മയേക്കാൾ ഏറ്റവും അധികരിച്ച് നന്മ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് 1-2 കാര്യങ്ങൾ എന്റെ സ്വന്തം നഫ്സിനോടും എന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളോടും, ഞാനെങ്കിലും വാട്സാപ്പിലൂടെയൊക്കെ ഈ ക്ലിപ്പ് കേൾക്കുകയാണെങ്കിൽ അങ്ങനെ കേൾക്കുന്നവരോടൊക്കെ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നമ്മെ അല്ലാഹു തആല സൃഷ്ടിച്ചത് അല്ലാഹു തആലാനെ അറിയാൻ വേണ്ടിയാണ്, അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഇതൊക്കെ നമുക്കറിയാം, അതിനൊന്നും കുറിച്ച് ഞാൻ വയല് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന വയലുകളാണ്. അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മെ സൃഷ്ടിക്കപ്പെട്ടത്. ആ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ ഇബാദത്താണ് നിസ്കാരം എന്നുള്ളത് എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്ന് നല്ലൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ നല്ലൊരു വിഭാഗം സാധാരണക്കാർ നിസ്കാരത്തെക്കുറിച്ച് പഠിച്ച് നിസ്കരിക്കാനുള്ള ഒരു സാഹചര്യം പലപ്പോഴും കാണുന്നില്ല. അൽഹംദുലില്ലാഹ് ടൗൺ പള്ളികളിലും നല്ല നല്ല ടൗണുകളിലേക്കും ചെന്ന് നോക്കിയാൽ നിസ്കരിക്കുന്നവർ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ആ അങ്ങാടിയിലേക്ക് നോക്കുമ്പോൾ നിസ്കരിക്കാത്തവർ അതിനേക്കാളുണ്ടാവും. പൊതുവിൽ എന്റെ ചെറുപ്പകാലത്ത് മുമ്പത്തെ അവസ്ഥയെക്കാളൊക്കെയും നിസ്കാരത്തിനോട് ഒരു പ്രത്യേകമായ താല്പര്യം പൊതുവിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ നിസ്കാരത്തെക്കുറിച്ച് പഠിക്കാൻ ആരും തയ്യാറല്ല എന്നുള്ളത് ഒരു കടമ നിറവേറ്റുന്നൊരവസ്ഥയാണ്. ഈ അങ്ങാടികളിലൊക്കെ ചെന്ന് നോക്കിയാൽ ഒരുപാട് കച്ചവടക്കാര്, ബിസിനസ്സുകാര് പലവരും പള്ളിയിൽ വന്ന് അൽഹംദുലില്ലാഹ് നിസ്കരിക്കുന്നവരാണ്. പക്ഷേ എന്തോ
ഒരു രൂപം കാണിച്ച് സലാം വീഴ്ത്തി അവർ പിരിയുന്നു എന്നല്ലാതെ കണ്ട് ഞാനീ ചെയ്യുന്ന ഇബാദത്ത്, ഈ നിസ്കാരമാകുന്ന ഇബാദത്ത് അതിന്റെ ശർത്തുകളും ഫർളുകളും പാലിച്ച് എന്റെ നിസ്കാരം സഹീഹാവുന്ന ഒരു രൂപത്തിലാണെന്ന് പലപ്പോഴും ചിന്തിക്കുന്നില്ല. ഒരു കടമ നിറവേറ്റുന്നൊരവസ്ഥ. ഞാൻ എപ്പോഴും പല പ്രാവശ്യം ഈ ഗ്രാമപ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ പറയുന്നൊരു മസലൻ, അതിങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കണം. ടൗണിലത് അങ്ങനെ കാണാറില്ല. നമ്മൾ ഈ ഉൾഗ്രാമങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഏതെങ്കിലൊക്കെ ഉള്ളേരിയ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ പല വയസ്സന്മാര് നിസ്കാരങ്ങളെ ചോർന്നു പോകുന്നത് കാണും. കാരണം എന്താന്ന് വെച്ചാല് നിസ്കരിക്കുമ്പോഴുള്ള ശർത്തുകളും ഫർളുകളും പരിഗണിക്കുന്നില്ല. അതിനെക്കുറിച്ചൊരു ബോധവാനല്ല എന്നതിൻ്റെ ഒരു അടയാളം ഞാൻ പറയും. ഇപ്പൊ പിന്നെ ആ തുണി വല്ലാതെ കാണാനില്ല. പഴയ കാലത്തേക്ക് ഗൾഫുകാർ ഗൾഫിൽ നിന്ന് വരുമ്പോ ഒരു കല്ലുത്തുണി പോയി, ഏതാ അബൂ അനസ് മോനെ അല്ലേ, അബൂ അനസ് മോനെ, അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഒരുപാട് ആളുകളുണ്ട്, അബൂ അമീനൊക്കെ ഉണ്ട്. എന്നൊക്കെ നിങ്ങളൊക്കെ മുമ്പ് ഗൾഫിൽ നിന്ന് വരുമ്പോ ആരും ഇല്ല ക്ലാസ് റൂമിൽ ശബ്ദം കേൾക്കുന്നവരൊക്കെ അനുസരിച്ചാൽ, ഇപ്പൊ ശബ്ദം കേൾക്കുന്നവരൊക്കെ അനുസരിച്ചാൽ. ഹലോ, അല്ല ഞാനും ബൈത്ത് ചെയ്യുമ്പോൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആൾക്കാരൊക്കെ അല്ലേ, ഞാൻ നമ്മളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നതല്ല. ഈ മുമ്പ് ഗൾഫിൽ നിന്ന് വരുമ്പോ ഇപ്പൊ പിന്നെ അങ്ങനത്തെ ഒന്നും കല്ലുത്തുണി നിൽക്കുന്ന ആൾക്കാരൊക്കെ വളരെ കുറഞ്ഞു വന്നിക്കുന്നു അല്ലേ, കേൾക്കല്ല. ഈ ബത്തേരി അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇത്ര ആൾക്കാരുടെ നിസ്കാരാണ് ബാത്തിലായി പോയിട്ട. ഈ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു കല്ലുത്തുണി, കൈലി എന്നൊക്കെയും പറയും. അതൊരു സൈസ് ഒരു നെയ്ലോന്റെ തുണിയാണ്. അതിന്റെ ബാക്കിലൊരു ബോർഡൊക്കെ ഉണ്ടാവും അല്ലേ. അങ്ങനെ നമ്മൾ ഈ മൗലാന കല്ലിത്തുണിയുടെ മാതിരി ബാക്കിലൊരു ബോർഡ് ഉണ്ടാവും. എന്നാ പല സാധാരണക്കാരും കൂലിപ്പണിക്കാരും എന്തായിരുന്നു അങ്ങനത്തെ തുണി എടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് വളരെ കുറവാണ്. ഈ പല വയസ്സന്മാരും നിസ്കരിക്കാൻ നിൽക്കുമ്പോ, അതല്ലെങ്കിൽ പള്ളിയിലേക്ക് ജമാഅത്തിനൊക്കെ വരുമ്പോ ഈ രൂപത്തിലുള്ള കല്ലുത്തുണി കിട്ടാൻ വരും. ചില ആളുകൾ പുക വലിക്കുന്നവരായിരിക്കും. പുക വലിക്കുന്ന ആളുകളുണ്ടാവും, വീടി വലിക്കുന്നവർ. അപ്പൊ ഈ വയസ്സന്മാർ ഈ കല്ലുത്തുണിയൊക്കെ കിട്ടുന്നത് ഈ ചായപ്പീടികയിൽ ഇരുന്നിട്ട് ചെയ്യുന്ന പുക വലിക്കുമ്പോ സ്വാഭാവികമായും അവരുടെ തുണിയിലേക്ക് ഈ തീയിന്റെ പൊലി വീണിട്ട് അവരും പോലേക്ക് ഇങ്ങനെ ദോരായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതിങ്ങനെ ഉപയോഗിച്ച് ആ തുണിയുടെ ബാക്ക് പിന്നാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഒരു പിന്നി അതിന് ചെറിയ ചിലപ്പം സുജൂദിലേക്കും റുക്കോയിലേക്കൊക്കെ പോകുമ്പോ ഒന്നൊരു വലിവ് വരുമ്പോ എന്ത് ചെയ്യും, അതിന് ഒരു ചെറിയ ദോരം വരും. അതിന്റെ പുറത്ത് ആ ദോരത്തിലൂടെ ചിലപ്പം ശരീരത്തിന്റെ രോമങ്ങളൊക്കെ പുറത്തു വരും. ചില എത്രയോ പ്രായമായ ആളുകൾ അങ്ങനത്തെ കല്ലുത്തുണികളൊക്കെ എടുത്ത് നിസ്കരിക്കുമ്പോ അവർ സുജൂദിലേക്കും റുക്കോയിലേക്കൊക്കെ പോകുമ്പോ പലപ്പോഴും അവരുടെ ഔറത്ത് വലിവാകുന്ന രൂപത്തിൽ, എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഒരു രോമം പുറത്തേക്ക് തള്ളി നിന്നു, അതല്ലെങ്കിൽ ഒരു ദ്വാരത്തിലൂടെ ശരീരത്തിന്റെ നിറം വ്യക്തമായാൽ കാലം പാത്തിലാവുമല്ലോ. എത്ര ആളുകളെ ചിത്ത പലപ്പോഴും നമ്മുടെ ഈ ഉൾഭാഗങ്ങളിലുള്ള നിസ്കാര പള്ളികളിലൊക്കെയും യാദർശികമായി ജമാഅത്തിന് എത്തിപ്പെട്ട് നമ്മൾ രണ്ടാം സഫിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ പലപ്പോഴും മുമ്പിലുള്ള ചില സാധാരണക്കാരായ കാരണവന്മാര് സുജൂദിലേക്ക് പോകുമ്പോൾ വളരെ വ്യക്തമായി ഒരു നിസ്കാരം ബാത്തിലാകുന്ന സാഹചര്യം. കാരണം ഈ കല്ലുത്തുണിയായ കാരണം അതിൽ വന്ന ദോരം, നിസ്കാരം ബാത്തിലാവുന്ന രൂപത്തിലുള്ള ദോരം അവരുടെ ശ്രദ്ധയിൽ പെടുന്നില്ല. അപ്പൊ ഞാൻ പറയുന്ന നിസ്കരിക്കാൻ നമ്മൾ നിൽക്കുമ്പോ സ്വാഭാവികമായും നമ്മൾ ധരിക്കാൻ പോകുന്ന തുണി ഒന്ന് നോക്കുക.
എല്ലാ ചെറുപ്പക്കാരും നമ്മളെ വീട്ടിലേക്ക് പ്രായമായ ആൾക്കാരുണ്ടാവും. ഇപ്പൊ ചില ആൾക്കാർ അത് ശ്രദ്ധിക്കണില്ല. ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ പറയാം, പഴയ കാലത്തെ കാരണവന്മാർ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അവരെന്ത് ചെയ്യുന്നറിയും? അവരുടെ തലയിൽ ഒരു തോർത്തുമുണ്ടുണ്ടാവും. ഈ തോർത്തുമുണ്ട് ബാക്കിലേക്കൊന്ന് തിരികെ വെക്കും. പക്ഷെ ഇന്നത്തെ കാരണവന്മാര് പല സാധാരണക്കാരും അതും ചെയ്യണില്ല. എന്തിനാണ് ഈ കാരണവന്മാർ ഈ തോർത്തുമുണ്ട് ഈ ബാക്കിലേക്കൊന്ന് തിരികെ വെച്ചിരുന്നത്? ചില ആളുകളുടെ ഈ പുറം ഭാഗത്തിലൂടെ ഒരു ചാലുണ്ടാവും അല്ലേ? തുണിങ്ങെടുത്താലും ആ ചാലിലൂടെ ഒന്ന് കീപ്പോട്ട് നോക്കിയാൽ റെഡിക്ക് ഔറത്ത് ഇങ്ങനെ കാണും. ചില വയസ്സന്മാരുടെ പുറത്തു കൂടെല്ലാം ആ മുതുകല്ലിന്റെ ഭാഗത്ത് കൂടെല്ലാം ചാലില്ല. ഒരു 1.5 HP വെള്ളം വിടാല രൂപത്തിലുള്ള ഒരു തോത് കീഴമായിട്ട് കാണും. ചിലപ്പോ നല്ല ശരീരക്കും മെലിഞ്ഞ കാലം. അപ്പൊ അതിന്റെ ഉള്ളിലൂടെ കീപ്പോട്ട് നോക്കിയാൽ ഔറത്ത് കാണുമെങ്കിൽ ചുറ്റുഭാഗത്തിൽ നിന്നും മുകൾ ഭാഗത്തിൽ നിന്നും കീപ്പോട്ട് നോക്കുമ്പോൾ ഔറത്ത് കാണുമെങ്കിൽ നിസ്കാരം സഹിയാവില്ല. അടിഭാഗത്തിൽ നിന്ന് വേപ്പത്ത് നോക്കിയിട്ട് ഒരാൾ ഔറത്ത് കാണുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു മസ്തയൻ. ഒരാൾ കത്തുമ്പോ നിസ്കരിക്കുക, കത്തുമ്പോ നിന്ന് നിസ്കരിക്കാൻ ഉയർന്ന സ്ഥലത്ത് കത്തിൽ പോലത്തെ മുകളിൽ നിന്ന് നിസ്കരിക്കാൻ. അപ്പോ അയാൾ കത്തിന്റെ അധികാരത്ത് വേപ്പത്തിങ്ങനെ നോക്കിയപ്പോ എന്റെ ഔറത്തല്ല തലസ്ഥാന നഗരി ഒന്നായിട്ട് ചിലപ്പം കണ്ടുന്ന് വരും. പക്ഷെ അതുകൊണ്ട് ഇപ്പൊ നിസ്കാരം പാറ്റാൻ പറ്റും. ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മറ്റൊരാൾ അധികാരത്ത് വേപ്പത്ത് നോക്കി തലസ്ഥാന നഗരി ഒന്നായിട്ട് കണ്ടു, അതിന്റെ പേര് നിസ്കാരം പാറ്റിലാവും. ഞാൻ അവരൊരു വേറൊരു ചെറിയ കാര്യം പറയാം. അപ്പൊ നമ്മൾ നിസ്കാരത്തിലൊന്നും ഇത്തരം മസാലകളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. എന്ന് വെച്ചാൽ അന്നിപ്പോ 2-3 ദിവസം മുന്നേ പാന്റ് ധരിച്ചുള്ള നിസ്കാരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ചില ആളുകള് മിക്ക ആളുകളുടെയും പാന്റ് ഇന്ന് പുക്കളിന്റെ താഴെയാണ്. നല്ലൊരു വിഭാഗം ആളുകളുടെ പാന്റ് വളരെ അപൂർവം. നമ്മളെ അഷ്റഫ് ബത്തേരി അതേമായി തന്നെ ഷഹീർ അബു അമീന് പോലത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മുടെ ക്ലാസ് റൂമുമായി ബന്ധമുള്ളവർക്ക് അത് ശ്രദ്ധിക്കുന്നുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നുണ്ടോ. മിക്ക ആൾക്കാരുകളും ഇന്ന് മുമ്പ് നമ്മളെ ഷിഹാബ് സവാബ് പറഞ്ഞ മാതിരി ഈ ജീൻസാണ് ഉപയോഗിക്കുന്നത്. ഈ ജീൻസ് എന്നുള്ളത് ഒരിക്കലും ഒരു പുക്കല് മറയുന്ന രൂപത്തിലുള്ള ഒരു വസ്ത്രമല്ല. ജീൻസിന്റെ ഒരു രൂപം തന്നെ അതാണ് ഈ ജീൻസ്. അപ്പൊ ഈ ജീൻസ് ഒരിക്കലും പുക്കല് മറയില്ല. പിന്നെ ചില ആൾക്കാർ കുപ്പായം, അവരുടെ ടീഷർട്ടോ കുപ്പായൊക്കെ ചെയ്യും മുകളിലുള്ളത്. ടീഷർട്ടാണെങ്കിലും വലിയ കുഴപ്പമില്ല. ടീഷർട്ടാവുമ്പോ പിന്നെ അതിങ്ങനെ അതിന് മുൻഭാഗത്ത് പൊലിവുണ്ടാവില്ല അല്ലേ? സാധാ ഷർട്ടാവുമ്പോ പുതുക്കേക്കാൻ ചില ആൾക്കാർക്ക് കുമ്പ ചാടിയിട്ടുണ്ടാവും. ചില ചെറുപ്പക്കാരുമായ ആൾക്കാർക്കൊക്കെ കുമ്പ അങ്ങോട്ട് ചാടിയിട്ടുണ്ടാവും. എത്രയോ ആളുകൾ തുണിയെടുക്കുന്നവരുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ. ഇങ്ങനൊക്കെ നല്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും വളരെ സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നമ്മൾ ടൗൺ പള്ളികളിലൊക്കെ കുറച്ചേരം എങ്ങനെ ഇരുന്നാൽ മതി, അപ്പോഴാണ് നമുക്ക് മസാലങ്ങനെ വരും. നമ്മളിപ്പോ ഒരാളെ കുറ്റം കുറവൊന്നും നോക്കല്ലോ. നിങ്ങളിങ്ങനെ പറയുമ്പോ ഈ അബുറയ്യാന് ഓരോ സ്ഥലത്തും ചെന്നാൽ ജനങ്ങളെ കുറ്റും കുറവും നോക്കാന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ സാധാരണക്കാരെങ്ങനെ വീക്ഷിക്കുമ്പോഴാണ് ഫുഖഹാക്കള് ഫിഖ്ഹിന്റെ കിതാബിൽ പറഞ്ഞ മസാലകള് പലവരും ശ്രദ്ധിക്കില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണല്ലോ ഇത്തരം ക്ലാസ് റൂമിൽ പറയാനും നമ്മുടെ വേറെ ഏതെങ്കിലൊക്കെ ക്ലാസ്സുകളിൽ ഈ വിഷയം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് എന്ത് വേണം, അത് ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന കുറെ സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം. ഇന്നും നോക്കി ടൗൺ പള്ളികളിലേക്ക് ചെന്ന് പോയി നിസ്കരിക്കുമ്പോ ഈ കുംഭചാരിയ വയറധികമുള്ള ആളുകളുണ്ടാവും. വയറധികമുള്ള ആളുകൾ പല സാധാരണക്കാരും ഈ പുക്കളിന്റെ താഴെയാണ് തുണി ധരിക്കുന്നത്. അപൂർവം ചില ആൾക്കാർ നിസ്കരിക്കാൻ നേരത്തെ ഈ തുണിയൊന്ന് മേലക്കൊന്നിട്ട് നിൽക്കും. നിസ്കാരം കഴിഞ്ഞാൽ അത് കഴിച്ചിട്ട് ആ പുക്കളിന്റെ അടിയിൽ കൂടെ കാരണം കുംഭചാര്യ കാരണം ആ പുക്കളിന്റെ അടിയിൽ കൂടെ തന്നെ നിൽക്കും ചെയ്യും. നിസ്കരിക്കാൻ നിൽക്കുമ്പോ
അപൂർവം ചില ആൾക്കാർ നല്ലൊരു വിഭാഗം ആൾക്കാർ പുക്കളിന്റെ താഴെയാണ് തുണി ധരിക്കുന്നത്, പാൻറ്റും ധരിക്കുന്നത്. എന്നിട്ട് സാധാ കുപ്പായം, നമ്മൾ ഈ കുടുക്ക് വെച്ച കുപ്പായം, ഈ കുപ്പായാണ് ധരിക്കുക. ഈ കുംഭ അധികമായ കാരണം ഈ കുപ്പായത്തിന്റെ കുടുക്കിന്റെ ഭാഗം, രണ്ട് കുടുക്കിന്റെ ഇടയില് ബത്തേരി ചിന്തിക്കുന്നുണ്ടാവും, ഈ മനുഷ്യന്റെ ഒരു പണി, ഈ മനുഷ്യതെങ്ങനെ നോക്കി നടക്കാണ്. നമ്മൾ നോക്കണം, മോനെ എങ്ങനെ നിസ്കരിച്ചാൽ പ്രിയപ്പെട്ട സുഹൃത്ത്, ഇങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവൂലത്തോന്ന് നമുക്ക് പറഞ്ഞു കൊടുത്താൽ, ഒരു മസ്തല പറഞ്ഞു കൊടുത്താല് അയാള് മരിക്കുന്നത് വരെ ആ മസ്തല ശ്രദ്ധിച്ചാൽ അല്ലേ, നമ്മക്ക് എത്ര കൂലിറ്റും കബറില്ല ബത്തേരി. നമ്മളിപ്പോ എന്തിനാ? അപ്പൊ ഈ രണ്ട് കുടിക്കിന്റെ ഇടയിൽ ഇങ്ങനെ എന്താണ് ഇംഗ്ലീഷ് മീന് തൊള്ള പൊളിച്ച മാതിരി ഈ രണ്ട് കുടിക്കിന്റെ ഇടയിലുള്ള ഭാഗം തൊള്ള പൊളിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതിന്റെ ഇടയിൽ കൂടെ അപ്പന്റെ പുക്കളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അങ്ങനെ ഉടനെ നിസ്കരിക്കാൻ റുക്കൂഴിക്ക് പോകുമ്പോഴും അതേമായിക്കന്നെ സുജൂദിക്കൊക്കെയും പോകുമ്പോ ഈ വയറൊന്നും കൂടി ഇങ്ങോട്ട് ഉണ്ടുമല്ലോ റുക്കൂഴിക്കും സുജൂദിക്കും പോകുമ്പോ. അപ്പൊ എന്താവും, ഈ രണ്ട് കുതിക്കിന്റെ ഇടയിലുള്ള ഈ കുപ്പായത്തിന്റെ ഓപ്പനായ സ്ഥലം അതിങ്ങോട്ട് ഒന്നിങ്ങട്ട് മീൻ തൊള്ള പൊളിച്ച മാതിരി ഒന്നിങ്ങ് തൊള്ള പൊളിച്ചിട്ടുണ്ടാവും. ഇവന്റെ ഔറത്ത് ഇങ്ങനെ കാണുന്നുണ്ടാവും. ഓനിക്കരിക്കണ്, പക്ഷെ ഓന്റെ സുജൂദിൽ പോലെ ഔറത്ത് വലിവാകുന്നുണ്ട്. ഓന്റെ റുക്കൂഴ് ചെയ്യുമ്പോ അവന്റെ പുക്കളിന്റെ ഭാഗവും ചുറ്റും അതിന്റെ താഴ്ഭാഗവും വലിവാകുന്നുണ്ട്. മിക്ക ആൾക്കാരും ശ്രദ്ധിക്കുന്നില്ല. ടീഷർട്ടാണെങ്കിൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്താ, ഈ രണ്ട് കുടുക്കിന്റെ ഇടയിലുള്ള ഓപ്പനായ സ്ഥലം ഈ തൊള്ള പൊളിച്ച് നിൽക്കൽ വരൂല. ടീഷർട്ടാവുമ്പോ പിന്നെ അതിന് കുടുക്കില്ലല്ലോ അല്ലേ, അതൊന്നായിട്ട് ഇങ്ങനെ പറ്റിപ്പിരിച്ച് കിടക്കേക്കാൻ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം അത്. എത്ര ആളുകളുടെ നിസ്കാരാണ് അടച്ചും ഗാനം പാത്തില് സംഗതി പോലും തുണി എത്തിക്കണം, കുപ്പായെത്തിക്കണം. പക്ഷെ എന്റെ ഔറത്ത് നിസ്കാരം പാത്തിലാവുന്ന രൂപത്തിൽ എന്റെ ഔറത്ത് വലിവാവുന്നുണ്ട് എന്ന് പല സാധാരണക്കാരും ശ്രദ്ധിക്കുന്നില്ല. തുണി എടുക്കുന്നവരും കുപ്പായം ധരിക്കുന്നവരൊക്കെ അങ്ങനത്തല്ല, പാൻറ് ധരിക്കുന്നവരും ഒക്കെ അങ്ങനെ തന്നെ. പലപ്പോഴും സാധാരണ ഓപ്പൺ ഷർട്ട് എന്ന് പറഞ്ഞാൽ കുടുക്ക് വെച്ച രൂപത്തിലുള്ള ഷർട്ട് ധരിക്കുമ്പോ കുംഭജാതിയവരാണെങ്കിൽ പലപ്പോഴും ആ രണ്ട് കുടുക്കിന്റെ ഇടയിലുള്ള സ്ഥലം രണ്ട് ഭാഗങ്ങളെ പൊലിഞ്ഞു നിൽക്കുന്നുണ്ടാവും, ഈ വായ പൊലിച്ച മാതിരി. അത് കാരണം അവർ ഔറത്ത് വലിവാവുന്നത് അവർ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ നമ്മൾ പഠിക്കണം. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി പറയാം. ഈ പ്രായമായ ആൾക്കാരുടെ ബാക്കിൽ ഈ ചാലുണ്ടാവും. ഈ ചാലിക്കൂടെ ഇങ്ങനെ കീപ്പത്ത് നോക്കിയാൽ, ശ്രദ്ധിച്ച് നമ്മളൊന്ന് നോക്കിയാൽ കൊണ്ട് ഔറത്തിന്റെ ഭാഗങ്ങളെ വലിവായി വരും. ഔറത്തില്ല. അതുകൊണ്ട് ഈ പ്രായമായ പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവരുടെ തലയിലുള്ള ഈ മുണ്ടില്ലേ, ഈ തോത്തുമുണ്ട്, അത് ഈ ബാക്കിലേക്കൊന്നത് തിരികെ വെക്കും. അപ്പൊ പിന്നെ ആ ദോരത്തിലൂടെ ഔറത്ത് ഒഴിവാകുന്ന പ്രശ്നമില്ല. നന്ന് പല സാധാരണക്കാര് ചില കൂലിപ്പണിക്കാരൊക്കെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അൽഹംദുലില്ലാ പാവങ്ങൾ നിസ്കരിക്കുന്നുണ്ടാവും. അവർ സാധാരണ തുണി എടുക്കും, ഒരു തോത്തുനിങ്ങനെ തോലിക്കൂടെ തൂക്കിയിട്ടുണ്ടാവും. പക്ഷെ അവരുടെ ബാക്കിലൂടെയുള്ള ഈ ചാലിലൂടെ കീപ്പത്ത് നോക്കിയാൽ പലപ്പോഴും ഔറത്തിന്റെ ഒരല്പഭാഗം ശ്രദ്ധയിൽ വരുന്നത് കാണാം. ആ ചാലിക്കൂടെ ഒന്ന് കീപ്പത്ത് നോക്കിയാൽ. അപ്പൊ നമ്മുടെ പ്രായമായ മൂത്താപ്പാലല്ലേ നമ്മളൊക്കെ വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുഭാഗത്ത്. ഞാനൊരു ഉദാഹരണം പറയാം. അഷ്റഫ് ബത്തേരിക്ക് മസ്തല അറിയില്ലാന്നല്ലോ, ഒരു ഉദാഹരണം പറയാം. അഷ്റഫ് ബത്തേരി ഇങ്ങനെ ഒരു മസ്തല അറിയാത്ത ആരാണെന്ന് വെക്കുക. അപ്പൊ ബത്തേരിന്റെ ഒരു അയൽവാസിന്റെ ഒരു പ്രായം ഒരു സാധാ കൂലിപ്പണിക്കാരൻ. ആ പാവം നിസ്കരിക്കുന്ന ആളൊക്കെയാണ്. അപ്പൊ ഞാൻ ഒന്ന് പോയോക്കട്ടെ, അയാൾ എന്റെ അയൽവാസി അല്ലെങ്കിൽ ചിലപ്പോൾ മൂത്താപ്പയാവാം അല്ലെങ്കിൽ അലാപ്പയാവാം, ഒന്ന് പോയോക്കി. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു അയൽവാസിയാവാം. ആ അയൽവാസി ഒരു സാധാരണക്കാരനാണ്, ഒരു കൂലിപ്പണിക്കാരൻ, മസ്തലയൊന്നും വേണ്ടതുപോലെ അറിയാത്തൊരു പാവാണ്. പക്ഷെ അഞ്ചൊക്കെ നിസ്കരിക്കുന്ന ഒരാളാണ്. നമ്മളോട് ശ്രദ്ധിച്ചു നോക്കുക. ഈ പറയുന്ന അബദ്ധങ്ങളൊക്കെ അയാളേക്കൊന്ന് പറ്റുന്നുണ്ട്. ആ പാവ ആരോ ഒരു ഗൾഫുകാരൻ കൊണ്ടുവന്നൊരു കല്ലുത്തൂരിയ ഒരു ബീഡിയും വലിക്കുന്ന ആളാ.
വീട് വലിക്കുന്ന ആരാ? ആ പാവം ചായപ്പൊരിയിൽ നിന്ന് വീട് വലിക്കുമ്പോ വീടിന്റെ പൊരിക്കും വീണ് ഈ കല്ലിത്തുണിയുടെ അവരും പൊരിക്കും ദോരണ്ട്. ഈ കല്ലിത്തുണിയിൽ ദോരം വന്ന എന്താ കുഴപ്പമെന്ന് അറിയങ്ങള്? ഈ ദോരം പെട്ടെന്ന് വ്യക്താവൂല. അതിനെ ശ്രദ്ധിച്ചോക്കോ. ഒരു വെള്ളത്തുണിയിൽ ദോരം വന്നാൽ പെട്ടെന്നത് കാണും, ദോരമുള്ളത് കാണും. ഇമ്മാതിരിപ്പൊ ഞാൻ പറയുന്ന ഈ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന കല്ലിത്തുണിയുണ്ട്, ഈ കല്ലിത്തുണിയുടെ ബാക്കിലൊന്നൊരു ദോരം വന്നാൽ പെട്ടെന്നൊന്നും കാണൂല. ഞാന് എന്റെ ഈ നാട്ടിൻ പുറങ്ങളിലുള്ള ക്ലാസുകളിൽ പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മക്കളേന്ന്, ഇങ്ങളെ ഭർത്താവ് പ്രായമായ നിങ്ങളെ പുതിയാപ്പലാല് പള്ളിക്ക് പോകുമ്പോ ആ തുണി ഒന്ന് നോക്കുമെന്ന്. നമ്മൾ ഈ ഔറത്തിന്റെ മസാല പറയുമ്പോ മാഷാ അല്ലാഹ് ഷൗക്കത്ത് സഖാഫി സാഹിബ് വരും, നിങ്ങളെ വകയായിക്കോട്ടെ ദുആ. ഷൗക്കത്ത് സഖാഫി സാഹിബിനെ കണ്ട് കുറെ കാലായി, കുറെ ദിവസമായി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഉണ്ടാവുമ്പോ ക്ലാസ് റൂമിൽ വരായോ അതല്ല ഉസ്താദ് ഉണ്ടാവുമ്പോ ഞാൻ വരായോ എന്നൊക്കെ അറിയില്ല. ഓക്കെ, ഞാനൊരു ക്ലാസ്സിൽ പെണ്ണുങ്ങൾക്ക് ക്ലാസ് കിട്ടപ്പോ ആണുങ്ങളുടെ ഈ പെണ്ണുങ്ങളുടെ മുഖമക്കളുടെ മസലുണ്ടല്ലോ, നമ്മൾ സാധാരണ സ്ത്രീകളോട് മുമ്പൊക്കെ നമ്മളെ ക്ലാസ് റൂമിൽ പെണ്ണുങ്ങളുടെ താടിയല്ലിന്റെ താഴ്ഭാഗം മറക്കാത്ത മസല പറഞ്ഞപ്പോ നിങ്ങളെ പുതിയാപ്പലാടെ തുണി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണത്തോന്നാണ്. നിങ്ങളെ പുതിയാപ്പലാടെ തുണി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണമെന്നാണ് ഞാൻ അങ്ങനെ ഒരു ക്ലാസ്സിൽ പറഞ്ഞ്. പിറ്റത്തെ ആഴ്ച ക്ലാസ്സിന് ചെന്നപ്പോ അതിൽ നിന്നൊരു പ്രായമായ സഹോദരി എന്നോട് പറഞ്ഞ ആ ക്ലാസിന്റെ പിറ്റത്തെ ആഴ്ച ഞാൻ ഈ മസല പറഞ്ഞിട്ട് പിറ്റത്തെ ആഴ്ച നടക്കുന്ന ക്ലാസ്സാണ്. അത് ചെന്നപ്പോ ഉസ്താദേ, ഞാൻ നിങ്ങൾ പറഞ്ഞതിന്റെ ശേഷം ഇന്റെ ആള് ഇങ്ങനെ തള്ളാറ് പറയണ്ട, തള്ളാറിപ്പോ എന്റെ പുതിയാപ്പലാനൊന്നും പറയില്ല, ഇന്റെ ആള് പള്ളിക്കൊക്കെ പോകുമ്പോ ഞാൻ ശ്രദ്ധിച്ചു, അദ്ദേഹം കുറെ കാലം ആ തുണി ഇട്ടിട്ടാണ് പള്ളിക്കൊക്കെ നിസ്കരിക്കാൻ പോയി. നിങ്ങൾ പറഞ്ഞതിന്റെ ശേഷം ഞാൻ അതൊന്ന് ശ്രദ്ധിച്ചു. ഞാൻ ആ തുണിയിൽ അങ്ങനെ നിസ്കാരം ബാത്തിലാവുന്ന രൂപത്തിൽ അറിയാതെ കിടക്കുന്ന ദോരമുണ്ടോ വളരെ കറക്റ്റാണ്. ഞാൻ പറഞ്ഞപ്പോഴാണ് മൂപ്പരും അത് ശ്രദ്ധിക്കുന്നതെന്ന്. അത് നിങ്ങൾ അറിയോ? ഇതൊക്കെ ഒരു വലിയ വിഷയം. നിങ്ങൾ വിചാരിച്ചപ്പോ ഞമ്മക്ക് എന്താ ഇപ്പൊ ആൾക്കാരോട് പറയാനുള്ളത്? എല്ലാം ആൾക്കാർക്ക് തിരിയാത്ത പ്രശ്നമല്ലല്ലോ, തിരിയാൻ എല്ലാവർക്കും തിരി. ഔറത്ത് ഒഴിവായാൽ നിസ്കാരം ബാത്തിലാവും, നിസ്കാരത്തിൽ സംസാരിച്ചാൽ നിസ്കാരം ബാത്തിലാവും എല്ലാവർക്കും അറിയാം. അയാൾക്ക് അത് കേട്ടിക്കണമെന്നറിയില്ല. മുമ്പ് മൂത്തച്ചി, അമ്മായിമ്മി, മൂത്തച്ചി, ഇളയച്ചി മൂന്നാലും പാദം നിസ്കരിക്കാൻ നിന്ന് എന്താണ് കിച്ചന്റെ വാതിൽ അടക്കാൻ മറന്നു. പൂച്ച തേങ്ങാമൂരിയേറ്റ് പോകുമ്പോ അമ്മായിമ്മ അന്നത്തെ മക്കളെ പൂച്ചത തേങ്ങാമൂരിയേറ്റ് പോകുന്നത് നിസ്കാരത്തിൽ. അപ്പൊ മൂത്ത മരുമകൾ വന്നിട്ട് ഉമ്മ നിസ്കരിക്കുമ്പോ വർത്താനം പറയാൻ പാടില്ല, മൂന്നാൾ നിസ്കരിക്കാൻ ഉമ്മ വർത്താനം പറയാൻ പാടില്ലല്ലോ എന്നാണ്. അപ്പൊ രണ്ടാമത്തെ മരുമകൾ നിസ്കരിക്കുമ്പോ ഞാൻ പിന്നെ അതേ ഒന്നും മുണ്ടാതെ. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാം. നിസ്കരിക്കുമ്പോ വർത്താനം പറയാൻ പാടില്ല, നിസ്കരിക്കുമ്പോ ഔറത്ത് മറക്കുക, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. പക്ഷെ ശ്രദ്ധിക്കുന്നില്ല ആൾക്കാർ. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് റൂമിലുള്ള എല്ലാ സാധാരണക്കാരോടും പറയാം, നിങ്ങളെ പേരേക്ക് ഇപ്പൊ നിങ്ങൾ ഗൾഫേരേക്കാണ്, ഗൾഫിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് പ്രായമായ ഇപ്പം ഉണ്ടാവും. ആ ഇപ്പൊ ഇതേമാതിരി കല്ലിത്തുണി ഇട്ട് നിസ്കരിക്കുന്ന ആളേക്കാൾ നിങ്ങൾ ഏതെങ്കിലും കാലത്ത് ഗൾഫിൽ നിന്ന് ചെന്നപ്പോ ഉപ്പാക്ക് വേണ്ടി നല്ലൊരു കൈലി ഈ ഒരു കല്ലിത്തുണി കൊണ്ടുവരുന്നുണ്ടാവും. ഇപ്പൊ എപ്പോഴും പള്ളിക്കൾക്ക് പോകുമ്പോ ആ തുണി നിർത്തിട്ടാണ് നിസ്കരിക്കാൻ പോവാറുള്ളത്. ആ തുണിയുടെ ബാക്കിൽ ദോരം വന്നത് പാവം എന്റെ അപ്പ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്റെ അമ്മാനോട് ഞാനൊന്ന് പറയട്ടെ, ഉമ്മ ഇത് ഞാൻ ഇന്ന് KMIC കേട്ടൊരു വിഷയമാണ്, പല സാധാരണക്കാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഇപ്പൊ നിസ്കരിക്കാൻ പോകുമ്പോ നിൽക്കുന്ന തുണിയുടെ ബാക്കിൽ ഓട്ടം തോന്നുന്നു, ഇമ്മൊന്ന് നോക്കണോ ചോദിച്ചോ. പത്താതെ നിൽക്കാൻ കഴിയോ? യാതൊരു സംശയമില്ല. ഞാൻ സ്ത്രീകൾക്കുള്ള ക്ലാസ്സിൽ ആണുങ്ങളുടെ നിസ്കാരം ഇന്നത്തെ കാര്യങ്ങളെ കൊണ്ട് പലപ്പോഴും ബാത്തിലാവുന്നുണ്ട്. അത് നിങ്ങളൊരു ശ്രദ്ധക്ക് വിധേയമാക്കണം. അപ്പൊ ആകത്തുക ഞാൻ പറഞ്ഞത്, നിസ്കരിക്കുന്നവർ ഇഷ്ടം പോലെയുണ്ട്, പക്ഷേ നിസ്കാരത്തിന്റെ ഷർത്തുകളും ഫർളുകളും പരിഗണിക്കുന്നവർ, അത് ശ്രദ്ധിക്കുന്നവർ വളരെ കുറവാണ്. പ്രത്യേകിച്ച് നമ്മുടെ നിസ്കാരത്തിന്റെ 14 ഫർളുകളെ കുറിച്ചുള്ള ചർച്ചയാണ്
മൗലിദിന്റെ ശേഷം നടക്കുന്ന ഫിക്ഹിന്റെ ക്ലാസ്സിൽ നടക്കുന്നത്. ഞാൻ എല്ലാവരോടും ഉസ്താദുമാരെ എത്തിയിട്ടുണ്ടാവും. സക്കാഫി ഉസ്താദ്, അബൂ നഈം ഉസ്താദ്, ഉസ്താദൊക്കെ ഇപ്പൊ എത്തും. ഒറ്റ വാക്ക്, നിങ്ങൾ നല്ലൊരു വിഭാഗം സാധാരണക്കാരുടെ അവസ്ഥ നോക്കിട്ടോ. ഖൽബിൽ നിയ്യത്തില്ലാത്ത നിസ്കാരമാണ്. ഞാനത് ആരും കുറ്റപ്പെട്ടല്ല, ഈ ക്ലാസ് റൂമിലുള്ളവരെ കുറിച്ചല്ല ഞാനാ പറയുന്നത്. ഇന്ന് നമ്മുടെ നല്ലൊരു പറ്റം ചെറുപ്പക്കാർ, നമുക്ക് വളർന്നു വലുതാവുന്ന നമ്മുടെ മക്കളിൽ അവർ വെറും നാവ് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നിയ്യത്ത് വെക്കുന്നത്. ഖൽബിലുള്ള ഒരു നിയ്യത്ത് വെച്ചത് നിസ്കാരം കുറഞ്ഞു വരുന്നുണ്ട്. അത് നിങ്ങൾ ബോധ്യപ്പെടും. അത് നിങ്ങളൊന്ന് സാധാരണക്കാരുമായി ഒന്ന് ഇടപഴകി ജീവിച്ചോക്കൊള്ളു. അപ്പങ്ങക്കാര് വളരെ വ്യക്തം. എല്ലാവരും ഇത് വരിക, ഉസല്ലി ഫാള ലുഹ്രി അൽബാദക്കാറ്റ് അല്ലാഹു അക്ബർ. ഖൽബിൽ, അവരുടെ ഖൽബിൽ ആ നിയ്യത്തില്ല. ഇജ്മാഅാണ്. ഞാൻ അതാണ് ആ ഒരു നിസ്കാരത്തിന്റെ 14 ഫറളെന്ന് തുടങ്ങാൻ കാരണം. എന്റെ ഒരുപാട് ജനങ്ങളുമായുള്ള ബന്ധപ്പെടല്, പലവരും പല സംശയങ്ങളും ചോദിക്കുമ്പോ നമ്മളെ വകയായി അങ്ങോട്ടൊന്ന് പറയുമ്പോ, ഉസ്താദെ ഞാനത് ശ്രദ്ധിക്കാറില്ല, അങ്ങനെ 100 കണക്കിന് മസലകളുണ്ട്. അതുകൊണ്ട് എല്ലാവരും എന്റെ ക്ലാസ് കേൾക്കണമെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. പക്ഷെ നിസ്കാരത്തെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവും. ഇജ്മാഅാണ്. ഖൽബിൽ നിയ്യത്ത് വരണം. ഇന്ന് നമ്മുടെ ഈ കോളേജിൽ പോകുന്ന വിദ്യാർത്ഥികളൊക്കെ ഇല്ലേ, നമ്മുടെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും, അവരൊക്കെ പൊതുവെ അൽഹംദുലില്ലാഹ് എല്ലാവരും നിസ്കാരക്കാരാണ്. പക്ഷേ ഈ നിയ്യത്തിന്റെ കാര്യത്തിലൊന്നും ഉള്ള ഒരു ഷർത്തും പാടുമെന്ന് അവർക്കറിയില്ല. അവര് ഒലുണ്ടാക്കി വരിക, ഉസല്ലി ഫാള ലുഹ്രി അല്ലെങ്കിൽ ഉസല്ലി ഫാള അസ്രി അർബഅ റകഅത്തായിട്ടാണ് അല്ലാഹു. ഒരു നാവേറ്റൊരു ചെല്ലൊരു അല്ലാഹു അക്ബർ. ഇത് ഖൽബിലാണ് ഈ നിയ്യത്ത് വരേണ്ടത് എന്നുള്ള ബോധം വളരെ കുറഞ്ഞു വരുന്നൊരു കാലം. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഗൾഫുകാരൊക്കെ എന്ത് ചെയ്യുന്നത്, അതൊക്കെ ഒന്ന് കേട്ടിട്ട് അവനവന്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിക്കുമ്പോ മക്കൾക്ക് വെറും ഭാര്യയോട് കൊഞ്ചിക്കൊഴഞ്ഞുള്ള സംസാരങ്ങളൊക്കെ വേണ്ടാനല്ല, അത് മാത്രമാക്കാതെ ഇതൊക്കെ നമ്മുടെ മക്കളും വിളിച്ചിട്ട് 15ഉം 16ഉം വയസ്സായ കോളേജിൽ പോകുന്ന SSLCക്കൊക്കെ പഠിക്കുന്ന നമ്മുടെ മക്കളൊക്കെ ഉണ്ടാവും. ആ മക്കളൊക്കെ ഒന്ന് വിളിച്ചിട്ട്, മോനെ നിസ്കരിക്കലില്ലേ, മോനെ ഇത് നിസ്കരിക്കലില്ലേ, നിസ്കരിക്കുമ്പോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കലില്ലേ എന്നൊക്കെ ചോദിക്കാനൊരു വിവരം ആദ്യം നമ്മളെ കയ്യിൽ വാങ്ങലല്ലേ. നമ്മളെ മക്കളോടൊക്കെ ഒന്ന് ചോദിക്കണമെങ്കിൽ ആദ്യം ഒരു വിവരം നമ്മുടെ കയ്യിൽ വേണ്ടേ. ആ വിവരത്തിനാണ് നമ്മൾ ഈ മെനക്കെടുന്നത്. അതിനാണ് ഈ KMIC നമ്മൾ നിലനിർത്തുന്നത്. അതിനാണ് നമ്മൾ നെറ്റിന് പൈസ ചെലവഴിക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ വിലപ്പെട്ട ഇനിയുള്ള സമയങ്ങളൊക്കെയും നല്ലൊരു ദീനിയായ പഠനത്തിന് പ്രത്യേകമായ സമയം കണ്ടെത്തി നമ്മളും കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ചുറ്റുഭാഗത്തുള്ളവരോട് പറ്റും. നമ്മളൊരു ഗൾഫിൽ നിന്ന് നാട്ടിൽ ചെന്നു, നമ്മുടെ ചുറ്റുഭാഗത്ത് ഒരുപാട് സാധാരണക്കാരുണ്ട്, ക്ലാസ് റൂമുമായി ബന്ധമില്ലാത്തവരാണ്, നിസ്കരിക്കുന്നവരാണ്. അവരൊക്കെ ഒന്ന് പോയി കണ്ട് അവരൊക്കെ നിസ്കരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഒന്ന് ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ ആകുമ്പോ വല്ലാത്ത ഒരു അനുഭൂതി നാളെ ഖബർ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും. അവരുടെ ഇബാദത്തിന്റെ സിഹത്തിന്റെ ഒരു ചെറിയ പ്രതിഫലം അൽഹംദുലില്ലാഹ് അത് നമ്മുടെ ഖബറിൽ ഒരു പ്രകാശമായി വരും. അല്ലാഹു ഈ ക്ലാസ് റൂമിന് വേണ്ടി പ്രവർത്തിച്ച് മുന്നേറി ഒരുപാട് സാധാരണക്കാരിലേക്ക് ദീനിയായ ഉലൂമുകൾ എത്തിക്കാൻ അല്ലാഹു കാരണമാക്കി തീർക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് പരമാവധി നമ്മുടെ ഫിഖിയായ ക്ലാസുകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ അബൂ അമീനും അതുപോലെ തന്നെ ഷഹീറും മാലൂരും അരീക്കാരൻ അഷ്റഫ് ബത്തേരി അങ്ങനെ ഒരുപാട് പ്രവർത്തകർ അൽഹംദുലില്ലാഹ് സജീവമായി KMICയിലെ മുന്നണി പോരാളികളുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മസ്അലകളാണ് ഈ സാധാരണക്കാരുടെ ഈ നിസ്കാരത്തിന്റെ ഔറത്തൊക്കെ. അത് നിങ്ങൾ മനസ്സിലാക്കി ഒരു പള്ളികളിലൊക്കെ ചേരുമ്പോ ഒന്ന് നമ്മള് ഒരു സാധാരണക്കാരെ നിസ്കരിക്കുമ്പോ നമ്മളെ പോലത്തെ ചെറുപ്പക്കാരൊക്കെ നിസ്കരിക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളൊക്കെ ഇൽമു വേണമല്ലോ. നമ്മളൊക്കെ ഇൽമ് ഇപ്പൊ ഞാൻ ഈ കല്ലിത്തുനിത മസ്അലല്ലേ, അത് വളരെ നിങ്ങള്
ഒരുപാട് സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കുന്നു. ഞാനീ പറഞ്ഞ ഈ കല്ലുത്തുണിയുടെ മസ്തല പല്ലവരുടെ ബാക്കിലും ദോരം വന്നിട്ട് അവരറിയാതെ അവരുടെ നിസ്കാരം ബാത്തിലാകുന്നുണ്ട്. അത് ഞാൻ സ്ത്രീകളുടെ ക്ലാസ്സിൽ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ പോകുന്നവർ എടുക്കുന്ന തുണി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇന്നോട് പല സ്ഥലത്തുനിന്ന് സ്ത്രീകൾ പിറ്റത്തായിട്ട് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഉസ്താദ് വളരെ കറക്റ്റാണെന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലൊക്കെ പ്രായമായ ഉപ്പമാരുണ്ടാവും, വല്യപ്പമാരുണ്ടാവും. അപ്പൊ അവരൊക്കെ നിസ്കരിക്കുന്നവരായിരിക്കും അവരൊക്കെ. പക്ഷെ അവരൊന്ന് ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ വലിയ ഒരു പ്രതിഫലമാകും. എല്ലാവരും നമ്മുടെ നിസ്കാരത്തിന്റെ ക്ലാസുകൾ ശ്രദ്ധിച്ച്, ഇനി അപ്പോഴൊക്കെ ലൈവായി കേൾക്കാൻ സൗകര്യം ഇല്ലാത്തവരാണെങ്കിൽ അതിന്റെ റെക്കോർഡെങ്കിലും കേൾക്കണം. അത് വളരെ ഗൗരവമാണ്. ഇന്ന് വളർന്നു വരുന്ന ചെറുപ്പക്കാര്, വിദ്യാർത്ഥികൾ നിസ്കരിക്കുന്നുണ്ട്, നിയ്യത്ത് അവർ ശ്രദ്ധിക്കുന്നില്ലട്ടോ, നാവുകൊണ്ടേ അവർ ഉച്ചരിക്കുന്നുള്ളൂ. ഖൽബിൽ നിയ്യത്ത് വെച്ച നിസ്കാരക്കാർ കുറഞ്ഞു വരികയാണ്. വിഷയം ശ്രദ്ധിക്കണം. എത്തിയിട്ടുണ്ട്. അള്ളാഹു നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന നിസ്കാരക്കാരിൽ അള്ളാഹു നമ്മെ പെടുത്തി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് അഹ്സൻ ഉസ്താദ് എത്തിയതുകൊണ്ട് ഇനിയിപ്പോൾ ഷൗക്കത്ത് സക്കാത്ത് ഉസ്താദ് മൈക്കയിൽ വന്നോന്നില്ല. അഹ്സൻ ഉസ്താദിനെ ആദരപൂർവ്വം മൈക്കയിലേക്ക് ക്ഷണിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.